എൻ സുരേന്ദ്രൻ ഇല്ലായ്മകളിലൂടെയാണ് വളർന്നു വന്നത്. ജനങ്ങളാണ് പാർട്ടി എന്ന് വിശ്വസിച്ച് ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് നാളിതുവരെ പ്രവർത്തിച്ച എൻ സുരേന്ദ്രൻ പാർട്ടി ഏൽപ്പിച്ച എല്ലാ ദൗത്യങ്ങളും ഏറ്റെടുത്ത് ഭംഗിയായി നിറവേറ്റിവരുന്നു. കുട്ടിക്കാലത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഏറെ താല്പര്യം കാണിച്ചിരുന്ന സുരേന്ദ്രൻ പാർട്ടിയിലേക്ക് വരുന്നത് തന്റെ കുട്ടിക്കാലത്തിൽ അനുഭവിച്ച ദാരിദ്ര്യത്തിനും തൊഴിലില്ലായ്മയ്ക്കുമെതിരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നടത്തിയ മുന്നേറ്റങ്ങളിൽ ആകൃഷ്ടനായിട്ടാണ്. തുടർന്ന് യുവജന സംഘടനയായ ഡിവൈഎഫ്ഐയിലൂടെ സംഘടനാ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. നഗരസഭയുടെ പിതാവായി 5 വർഷം പ്രവർത്തിച്ചപ്പോഴും വടക്കാഞ്ചേരി നഗരസഭയെ കേരളത്തിന്റെ നെറുകയിലെത്തിക്കാൻ എൻ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഭരണപക്ഷത്തിന് സാധിച്ചു. കക്ഷി രാഷ്ട്രീയം നോക്കാതെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം എത്ര സ്ഥാനത്ത് നിൽക്കുന്നവരു പോലും ഏറെ ആശ്ചര്യപ്പെടുത്തി. കഴിഞ്ഞ 5 വർഷക്കാലം ഊണവും ഉറക്കവുമില്ലാതെ ആരോഗ്യം പോലും നോക്കാതെയായിരുന്നു സുരേന്ദ്രന്റെ സാമൂഹ്യ പ്രവർത്തനം. സാമൂഹ്യ സേവനത്തെ ഒരു ദിനചര്യയാക്കിയ സുരേന്ദ്രൻ തന്റെ അമ്മയുടെ വിയോഗത്തിൽ ഉണ്ടായ ദുഃഖത്തെ പോലും മറികടന്ന് ജനങ്ങളെ സേവിച്ചു. അത്തരത്തിലുള്ള നഗരസഭയുടെ കൂട്ടായ പ്രവർത്തനമാകാം 3ാം തവണയും വടക്കാഞ്ചേരിയുടെ ഭരണം CPIMന്റെ കയ്യിൽ എത്തിയതെന്ന് സുരേന്ദ്രൻ വിശ്വസിക്കുന്നു. കടുത്ത മത്സരത്തിൽ വിജയം നേടിയെടുത്ത എൻ സുരേന്ദ്രൻ ഇന്ന് വടക്കാഞ്ചേരി നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ കൂടിയാണ്. വടക്കാഞ്ചേരി നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ എൻ സുരേന്ദ്രൻ എനി ടൈം ന്യൂസിനോട് മനസ്സ് തുറക്കുന്നു. നമസ്കാരം. എനി ടൈം ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും പിന്നിട്ട വഴി എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് വടക്കാഞ്ചേരി നഗരസഭാ കാര്യാലയത്തിലാണ്. നമുക്കൊപ്പം വടക്കാഞ്ചേരി നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ എം സുരേന്ദ്രനാണ്. നമസ്കാരം. നമസ്കാരം. അപ്പോ വീണ്ടും 2ാം തവണയും നഗരസഭയുടെ മുൻനിരയിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. എന്താണ് ഈ സന്തോഷത്തെ കുറിച്ച് പറയാനുള്ളത്? വടക്കാഞ്ചേരി നഗരസഭയിൽ നഗരസഭ രൂപീകരിച്ച കാലം മുതൽ 2015 മുതൽ വടക്കാഞ്ചേരി നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരണത്തിലുള്ളത്. ഇപ്പം 3ാമത്തെ ടേമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ സ്വാധീനമുള്ള ഒരു പ്രദേശമാണ് വടക്കാഞ്ചേരി നഗരസഭ പ്രദേശം. ആ പ്രദേശത്തെ തൊഴിലാളികളും കർഷകരും കർഷക തൊഴിലാളികളും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇവിടെ കൂടുതൽ താമസിക്കുന്നത്. ആ പ്രദേശത്തൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല സ്വാധീനമുള്ള പ്രദേശങ്ങളാണ് പല പ്രദേശങ്ങളും. അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2 ടേമുകളിലായി വടക്കാഞ്ചേരി നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണസമിതി നടത്തിയ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ ആളുകളാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളാണ് ഇവിടെ താമസിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇനിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നാൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഒരുപാട് പ്രതിലോമ ശക്തികൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വർഗീയമായും സാമുദായികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്ത് വന്നിട്ടുള്ള ആളുകളുണ്ട്. അവരെയൊക്കെ തന്നെ തൃണവൽക്കരിച്ചുകൊണ്ട് തന്നെയാണ് വടക്കാഞ്ചേരി നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നിട്ടുള്ളത്. അത് ഭരണത്തിൻ്റെ സ്വാധീനം മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനത്തിൻ്റെ ഇടപെടൽ കൂടിയാണ് ഈ 3ാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വടക്കാഞ്ചേരി നഗരസഭയിൽ അധികാരത്തിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇപ്പോ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ചെയർമാനായി, ഇത്തവണ വീണ്ടും വൈസ് ചെയർപേഴ്സൺ എന്ന് പറഞ്ഞൊരു ഉത്തരവാദിത്വം ഏറെ വിശ്വാസത്തോടു കൂടി ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ വ്യക്തിപരമായി എന്താണ് ഇതിനെക്കുറിച്ച്, ഈ ഒരു സന്തോഷത്തെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഉത്തരവാദിത്വത്തെ കുറിച്ച് പറയാനുള്ളത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വ്യക്തിപരമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഏൽപ്പിക്കുന്ന ചുമതല നിർവഹിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള ചുമതല. ആ ചുമതല നിർവഹിക്കുക. അതിൽ ചെയർപേഴ്സണെന്നോ വൈസ് ചെയർപേഴ്സണെന്നോ വ്യത്യാസമില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഏൽപ്പിക്കുന്ന ചുമതല നിർവഹിക്കുക എന്നുള്ളതാണ്. അതിൽ സ്ഥാനത്തിന് പ്രാധാന്യം ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾ കരുതിയിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖാവ് പിണറായിനെ മുഖ്യമന്ത്രിയായി ചുമതലപ്പെടുത്തി. മുഖ്യമന്ത്രി എന്ന രീതിയിൽ, ജനപ്രതിനിധി എന്ന രീതിയിൽ ആ കാര്യങ്ങൾ നിർവഹിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിൻ്റെ ചുമതല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏൽപ്പിക്കുന്നതാണ്. ഇവിടെ മിനി അരവിന്ദൻ ചെയർപേഴ്സണായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏൽപ്പിച്ച ചുമതലയാണ്. എനിക്കും വൈസ് ചെയർമാൻ എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏൽപ്പിച്ച ചുമതലയാണ്. അപ്പോൾ ഏൽപ്പിക്കുന്ന ചുമതല ജനഹിതത്തിനനുസരിച്ചുകൊണ്ട് നിർവഹിക്കുക. മാൻഡേറ്റ് നേടി അധികാരത്തിൽ വന്ന ഭരണസമിതി
ആ അംഗീകാരം ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ജനങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിക്കാനും ആവശ്യമായിട്ടുള്ള ഒരു വേദിയായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർലമെന്ററി വേദികൾ ഉപയോഗപ്പെടുത്തുന്നത്. ആ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഏൽപ്പിച്ച ചുമതല സന്തോഷത്തോടെ സ്വീകരിക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. അത് വളരെ കൃത്യമായ രീതിയിൽ കഴിഞ്ഞ 5 വർഷം നിർവഹിച്ചു എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. ആ തെരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വൈസ് ചെയർമാനായി ഇവിടെ പാർട്ടി എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ആ കാര്യം വളരെ കൃത്യമായ രീതിയിൽ നിർവഹിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഇപ്പൊ വളരെ കാലമായി സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളാണ്, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പൊ എന്താണ് ഇതിന്റെ എല്ലാം ഒരു തുടക്കം? എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു കാൽവെപ്പ്? DYFI പ്രസ്ഥാനത്തിലൂടെയാണ്, SFI പ്രസ്ഥാനത്തിലൂടെ, DYFI പ്രസ്ഥാനത്തിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് അംഗമാവുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി 2 വർഷത്തിനകം തന്നെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി, ടൗണിലെ ബ്രാഞ്ച് സെക്രട്ടറിയായി. പിന്നെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗം, ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി, ഏരിയ കമ്മിറ്റി അംഗം, ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി. ഇതിനിടയ്ക്ക് DYFI രംഗത്ത് ബ്ലോക്ക് സെക്രട്ടറി ആയിട്ടുണ്ട്. DYFIയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുന്നത് തന്നെ നമ്മുടെ സമൂഹത്തിനകത്ത് രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ സേവിക്കുന്ന പാർട്ടി എന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന കാലഘട്ടത്തിൽ 57-ലും 59-ലും ഒക്കെ തന്നെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ സമൂഹത്തിനകത്ത് ജന്മി അതോടൊപ്പം തന്നെ നാടുവാഴുത്ത പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിനകത്ത് ഏറ്റവും ദാരുണമായ രീതിയിൽ സമൂഹത്തിലെ പിന്നോക്കാവസ്ഥയിലുള്ള ആളുകളൊക്കെ തന്നെ അടച്ചമർത്തുന്ന രീതിയിലുള്ള സമീപനമാണെങ്കിൽ ആ സമീപനങ്ങളൊക്കെ തന്നെ തിരുത്തി അത് നിയമമാക്കി അതെല്ലാവർക്കും അനുഭവിക്കാൻ കഴിയാവുന്ന രീതിയിൽ ഇവിടെ ജന്മിയുടെ ഭൂമി മറ്റുള്ള കർഷകനും കർഷക തൊഴിലാളികൾക്കും അനുഭവിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സാഹചര്യം ഒരുക്കിയത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് ഇന്ത്യൻ സമൂഹത്തിനകത്തും കേരളീയ സമൂഹത്തിനകത്തും ഒട്ടനവധി മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിനകത്ത് ഒട്ടേറെ രാഷ്ട്രീയ പാർട്ടികളിൽ കൃത്യമായ രീതിയിൽ സത്യസന്ധമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPIM എന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരാനും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഒരുപാട് ആളുകളെ സഹായിക്കാനും ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ ഗുണം ലഭ്യമാകാനും കഴിഞ്ഞു എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നിട്ടുള്ളത്. ഇനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ പ്രദേശത്തെ ജനങ്ങളെ സേവിക്കാൻ കഴിയാവുന്ന രീതിയിൽ സാഹചര്യം ഉണ്ടാകും എന്ന കാഴ്ചപ്പാടോടുകൂടി തന്നെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ കൃത്യമായ രീതിയിൽ നിർവഹിക്കാൻ വേണ്ടി കഴിയും എന്ന കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ജനപ്രതിനിധിയായിട്ട് പ്രവർത്തനം ആരംഭിക്കാനും തുടർന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി അതിൻ്റെ ചുമതലയിൽ നിന്നുകൊണ്ട് തന്നെ നിർവഹിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണുള്ളത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ വ്യക്തി ജീവിതത്തിൽ ഇപ്പോൾ കുടുംബമായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ അവരുടെയൊക്കെ ഒരു സഹകരണവും സപ്പോർട്ടും എങ്ങനെയാണ് ജീവിതത്തിൽ? കുടുംബത്തിൽ ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്. അവരൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോൾ പ്രവർത്തകരാണ്. ഭാര്യ ഗവൺമെൻറ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ ജീവനക്കാരിയാണ്. മകൾ ഡിഗ്രി കഴിഞ്ഞ് ഇപ്പോൾ അവൾ IAS എഴുതാൻ വേണ്ടിയിട്ടുള്ള കോച്ചിങ് ക്യാമ്പിലാണ്. IAS. പിന്നെ രണ്ടാമത്തെ കുട്ടി 8ാം ക്ലാസ്സുകാരിയാണ്. ഗേൾസ് സ്കൂളിൽ 2 പെൺകുട്ടികളാണ്. സകുടുംബം വലിയ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ്. ഒരു പ്രയാസം ഒരു പ്രശ്നമില്ലാതെ ഞങ്ങൾ ഉള്ളത് കൂട്ടായ രീതിയിൽ ജീവിതം നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി കൊണ്ടുപോകുന്നതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഒരു അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല. മക്കൾ എപ്പോഴെങ്കിലും ഇങ്ങനെ പരാതി പറഞ്ഞിട്ടുണ്ടോ അച്ഛനെ എന്തെങ്കിലും ഒരു വിശേഷം ആകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് അച്ഛനെ ഒന്നിനും കിട്ടുന്നില്ല? അതുണ്ട്, പരാതി നല്ലോണം ഉണ്ട്. അവരുടെ കാര്യങ്ങൾ മുഴുവൻ നോക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ള പരാതി ഉണ്ട്. ഭാര്യ ജോലിക്ക് പോവും, അപ്പോൾ പിന്നെ അവരുടെ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ല. അപ്പോൾ സ്വന്തം പ്രാപ്തിയിൽ കാര്യങ്ങൾ നോക്കണം എന്ന രീതിയിൽ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. മൂത്താള് DYFIയുടെ യൂണിറ്റ് പ്രസിഡൻ്റാണ്. അപ്പോൾ സംഘടനാ പ്രവർത്തനത്തിലൊക്കെ കുറേ ശേഷി വന്നു തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ ആൾ ഡാൻസുകാരിയാണ്. അവൾ നല്ലോണം ഡാൻസ് കളിക്കും, നല്ലോണം പാട്ട് പാടും.
എന്തായാലും സന്തോഷത്തോടു കൂടിയിട്ടുള്ള ജീവിതമാണ് ഈ കാലഘട്ടത്തിനിടയ്ക്ക്. ഒരുപാട് പ്രതിസന്ധികളൊക്കെ തന്നെ ജീവിതത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിസന്ധികളൊക്കെ തന്നെ തരണം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ തരണം ചെയ്ത് മുന്നോട്ട് പോരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. എന്തായിരുന്നാലും കുടുംബജീവിതം ഒറ്റക്കെട്ടായി വലിയ സന്തോഷത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം എന്നുള്ളതാണ്. ആർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളില്ല. എല്ലാവരും വീട്ടിനകത്ത് എല്ലാവരും ഒരേ പാർട്ടിക്കാർ തന്നെയാണ്. അത് തന്നെയാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി. അപ്പൊ വീട്ടിൽ എങ്ങനെയാ ഇപ്പോ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ടോ? അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വലിയ വിവാദങ്ങളോ ഒക്കെ വരുമ്പോ അതിനെ സംബന്ധിച്ച് വീട്ടിലൊരു സംസാരോ ഒക്കെ ഉണ്ടാവാറുണ്ടോ? വീട്ടിലെ കാര്യങ്ങൾ വീട്ടിൽ സംസാരിക്കുള്ളൂ, അല്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങളാണ് പുറത്ത് പറയുള്ളൂ. പറയാത്ത കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ പറയേണ്ടാത്ത കാര്യങ്ങളൊന്നും അവിടെ ഞങ്ങൾ ചർച്ച ചെയ്യാറില്ല. പൊതുവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡിസ്കഷൻ ഉണ്ടാവാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പാർട്ടി സീക്രസി, പാർട്ടി രഹസ്യങ്ങളൊന്നും കുടുംബക്കാരായിട്ട് ചർച്ച ചെയ്യാറില്ല. അത് പാർട്ടി സംബന്ധമായിട്ടുള്ള കാര്യമായതുകൊണ്ട് അവിടെ തന്നെ ഒതുങ്ങി നിൽക്കും. മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ അവരുടെ അഭിപ്രായം കേൾക്കാറുണ്ട്. ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യത്തിൻ്റെ മുകളിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവാറുണ്ട്. അവസാനം അത് ബോധ്യപ്പെടുത്തി എൻ്റെ അഭിപ്രായമായിട്ട് മാറ്റാറുണ്ട്. പിന്നെ ഇപ്പോ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അതൊരു നമ്മുടെ ഒരു ദിനചര്യയാണ്. ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മുടെ ആരോഗ്യം പോലെയുള്ള കാര്യങ്ങൾ അതൊരു വശത്തുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ എങ്ങനെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്? അപ്പോ വലിയ ചുമതലകളിലൂടെ കടന്നു പോവുകയാണ് ഏറെ കാലങ്ങളായിട്ട്. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ആരോഗ്യ പ്രശ്നമുണ്ട്. ആരോഗ്യം പ്രഷറുണ്ട്, ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഗ്യാസ് ട്രബിൾ ഉണ്ട്. ഇനിയിപ്പോൾ ദൈനംദിന ജീവിതത്തിൽ ദിനചര്യ രോഗങ്ങൾ എന്ന് പറയുന്ന രോഗങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ മരുന്നും ഏർപ്പാടുകളൊക്കെ ആയിട്ട് യോജിച്ച് പോകുന്നുണ്ട്. അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പരിപാടിയും മുടങ്ങിയിട്ടില്ല. മുടങ്ങാൻ വേണ്ടി നമ്മൾ അതിനൊക്കെ തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. അതിന്റെ ഇടയ്ക്ക് തന്നെ ഇപ്പൊ നമുക്ക് ഒരു വിഷമഘട്ടം ഉണ്ടായി, അമ്മയുടെ വിയോഗം ഉണ്ടായി. എന്നിരുന്നാൽ പോലും നമ്മൾ ആ ഒരു ചുമതലയിൽ നിൽക്കുമ്പോൾ ഒരിടത്ത് പോലും മാറി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് റിക്കവറായി സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്ക് ഇല്ലെങ്കിൽ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളിലേക്ക് വരികയാണ് ഉണ്ടായത്. അപ്പോ അതെല്ലാം തരണം ചെയ്ത് നിൽക്കാനുള്ള ഒരു ഊർജ്ജം എന്തായിരുന്നു? കഴിഞ്ഞ മെയ് മാസം 24-ാം തീയതിയാണ് അമ്മ മരിക്കണത്. അമ്മ മരിച്ചിട്ട് അമ്മയുടെ ചടങ്ങുകൾ അവസാനിക്കുന്ന ദിവസമാണ് കൗണ്ടിങ് വരുന്നത്. രാധാകൃഷ്ണൻ MP ആയി തിരഞ്ഞെടുത്ത എൻ്റെ കൗണ്ടിങ് പാലക്കാട് വെച്ച് നടക്കുകയാണ്. അപ്പോൾ പരിപാടിക്ക് കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ കൗണ്ടിങ്ങിന് പോയി. അമ്മ, ഞങ്ങൾ 2 മക്കളാണ്, ചേട്ടനുണ്ട്, പിന്നെ ഞാനുണ്ട്. അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും 2 വീടുകളിലായിട്ടാണ് താമസിക്കുക. അമ്മ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ജീവിതത്തിലെ അമ്മ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ തന്നെ വലിയ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് കാലം കിടന്നു, അമ്മേനെ ഒരുപാട് കാലം നോക്കി. അങ്ങനെ അമ്മ മക്കൾ ബന്ധം മരണം വരെ വലിയ സൗഹാർദ്ദമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു ദുഃഖം തന്നെയാണ്. അമ്മയുടെ മരണം എന്ന് പറഞ്ഞാൽ എത്ര വയസ്സായാലും അമ്മയുടെ മരണം തന്നെയാണ്. അല്ലെങ്കിൽ അതൊരു വലിയ വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ്. അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തരണം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുടുംബജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ബഹുഭൂരിപക്ഷം കാലഘട്ടവും എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുക. വ്യത്യസ്ത അഭിപ്രായങ്ങൾ വീടിനകത്തുണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഇപ്പം അത് വ്യത്യസ്ത അഭിപ്രായം ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ടുകളൊക്കെ തന്നെ കുടുംബക്കാരുടെ ഭാഗത്തുണ്ടാവുമ്പോൾ വലിയ ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് പഠിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പുതിയൊരു ഭരണസമിതി സ്ഥാനമേറ്റു. അപ്പോൾ 2ാമത്തെ തവണയാണ് ഒരു സ്ത്രീ നമ്മുടെ നഗരസഭയുടെ അമരത്തേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു സ്ത്രീ പ്രാതിനിധ്യവും അവരുടെ ആ ഒരു മുന്നേറ്റവും അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പോൾ ചെയർപേഴ്സണായി വന്നിട്ടുള്ളത് സഖാവ് മിനി അരവിന്ദൻ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമാണ്. ഞാനും ഏരിയ കമ്മിറ്റി അംഗം തന്നെയാണ്. പാർട്ടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മിനി അരവിന്ദൻ വനിതാ സംവരണ സീറ്റായതുകൊണ്ട് ഭാഗമായും മിനി അരവിന്ദൻ തന്നെയാണ്
മറ്റേ ചുമതല വരണം എന്ന് പാർട്ടി തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് വന്നുള്ളതാണ്. അപ്പം അതിൽ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതല കൗൺസിലർ എന്ന രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കുമ്പോഴും സ്ഥാനാർത്ഥിയായി ജയിച്ച് വന്നപ്പോഴും പാർട്ടി ഏൽപ്പിച്ച ചുമതല കഴിഞ്ഞ 5 വർഷക്കാലം കൃത്യമായ രീതിയിൽ നഗരസഭയിൽ നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ കാലഘട്ടത്തിൽ 3 തവണ നമ്മൾക്ക് കേരളത്തിൽ ഏറ്റവും നല്ല നഗരസഭയ്ക്കുള്ള സ്വരാജ് ട്രോഫി നമുക്ക് വാങ്ങാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ നമുക്ക് അവാർഡ് വാങ്ങാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് നമ്മുടെ എക്സ്പെൻഡിച്ചർ നിലവാരം നമുക്ക് നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നും ഈ കാര്യങ്ങളാകെ നമുക്ക് നിർവഹിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി കഴിയും. അതിനെല്ലാവരുടെയും അംഗീകാരം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാഷ്ട്രീയപരമായിട്ടുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രതിപക്ഷം പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിയാത്ത ഒരു സ്ഥിതിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അതൊക്കെ തന്നെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ 5 വർഷക്കാലം വടക്കാഞ്ചേരി നഗരസഭയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ തൊട്ടറിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ സത്യപ്രതിജ്ഞ യോഗത്തിൻ്റെ വേളയിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞത് അതൊക്കെ ഞങ്ങൾക്കറിയാവുന്നതാണ്. ഇവർക്കറിയേണ്ട കാര്യമില്ല, ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ജനങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ അംഗീകാരം തന്നെയാണ് വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഇവിടെ അധികാരത്തിൽ കയറ്റാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടായത് അതിൻ്റെ ഭാഗമായിട്ടാണ്. ഒരുപാട് മാറ്റം നമ്മുടെ സമൂഹത്തിനകത്ത് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും തുടർന്നുള്ള കാലഘട്ടത്തിലും ആ രീതിയിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ നമുക്ക് തന്ന സംഖ്യ കിഫ്ബിയുടെ ഭാഗമായിട്ട് നമുക്ക് തന്നതിൻ്റെ ഭാഗമായിട്ട് പ്രൊജക്റ്റുകൾ വെച്ചതിൻ്റെ ഭാഗമായിട്ട് അംഗീകാരം കിട്ടിയിട്ടുള്ള ഫിനാൻസ് സാങ്ഷൻ FS ലഭിച്ചിട്ടുള്ള അത്താണി മാർക്കറ്റ് ഉണ്ട്, ഓട്ടുപാറ മാർക്കറ്റ് ഉണ്ട്. വടക്കാഞ്ചേരി പുഴയുടെ പൂർണ്ണ അളവിൽ നമുക്ക് അതിൻ്റെ പ്രവൃത്തി MLA ഫണ്ട് 10 കോടി രൂപ ലഭിച്ചത് അത് പൂർണ്ണമായിട്ട് ചെലവഴിക്കാൻ കഴിയാവുന്നൊരു സ്ഥിതി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. നമ്മുടെ സ്കൂളുകളൊക്കെ തന്നെ പുതിയ രീതിയിലേക്ക് ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും പുതിയ കെട്ടിടമുണ്ടാക്കി, സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉണ്ടാക്കി. ഇനി അത് ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് പുതിയ വിദ്യാഭ്യാസ രീതിയിലേക്ക് മാറാൻ കഴിയാവുന്ന രീതിയിലുള്ള സാഹചര്യം അതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കാൻ വേണ്ടി കഴിയും. ഓഡിറ്റോറിയത്തിൻ്റെ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ MLA ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുമരനെല്ലൂർ കൃഷിഭവൻ്റെ സ്ഥലത്ത്, അതിപ്പോൾ നമ്മുടെ സ്ഥലം തന്നെയാണ്, അവിടെ ഓഡിറ്റോറിയത്തിന് ആവശ്യമായിട്ടുള്ള മറ്റ് സാങ്കേതിക നടപടികളൊക്കെ തന്നെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ 2 ശ്മശാനങ്ങൾ ഒരു പൂർത്തീകരണ ഘട്ടത്തിലാണ്. ഒന്ന് കിഫ്ബി ഫണ്ടും മറ്റ് കോസ്റ്റ് ബോർഡിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തുറന്നു കൊടുക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സാഹചര്യത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയും എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് നമുക്കുള്ളത്. നമ്മുടെ റോഡുകളൊക്കെ തന്നെ സഞ്ചാരയോഗ്യമായിട്ടുണ്ട്. ഇനി ചില റോഡുകൾ പ്രശ്നങ്ങളുണ്ട്. ആ റോഡുകളൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പൂർണ്ണമാക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സാഹചര്യം ഒരുക്കും. കേരളത്തിലെ നഗരസഭകളിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ള പദ്ധതിയുള്ള നഗരസഭ വടക്കാഞ്ചേരി നഗരസഭയാണ്. 140 കുടിവെള്ള പദ്ധതികൾ 41 ഡിവിഷനായിട്ട് നമുക്കുണ്ടായിരുന്നു. ഇനി കുടിവെള്ളം ഇല്ലാത്ത സ്ഥലങ്ങളിൽ പദ്ധതി ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് വെള്ളം എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതി നടപ്പിലാക്കും. അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ ഈ കാലഘട്ടത്തിനിടയ്ക്ക് നടപ്പിലാക്കാൻ കഴിയാവുന്നൊരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തിലെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം സ്വന്തമായൊരു വീട് 1750 വീടുകൾ ഈ കാലഘട്ടത്തിൽ നഗരസഭയ്ക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്ഥലം വീടുമില്ലാത്ത ആളുകൾക്ക് ഉള്ള പദ്ധതി ഇവിടെ ഏകദേശം 2.5 ഏക്കർ സ്ഥലം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ സ്ഥലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫ്ലാറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം ഉണ്ടാകും. അത് ആ സ്റ്റെപ്പിലേക്കാണ് ഇനി അടുത്ത ഘട്ടത്തിൽ നമുക്ക് പോകാൻ വേണ്ടി കഴിയുക. ഇങ്ങനെ തുടങ്ങി പ്രാദേശിക സർക്കാർ സംവിധാനത്തിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുക, ആ കാര്യങ്ങളാകെ ഈ ഘട്ടത്തിൽ നിർവഹിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അതിനുള്ള മാൻഡേറ്റാണ്, അംഗീകാരമാണ് വടക്കാഞ്ചേരി നഗരസഭയിലെ ജനങ്ങൾ ബഹുഭൂരിപക്ഷത്തോടു കൂടി ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. അത് ജനങ്ങൾക്ക് യാതൊരു ആശങ്കയില്ലാതെ കൃത്യമായ രീതിയിൽ നിർവഹിക്കാൻ കഴിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്ന വിശ്വാസം ജനങ്ങൾക്കുണ്ട്.
ആ വിശ്വാസം ഞങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ നിർവഹിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പൊ നമ്മുടെ ഉൾഗ്രാമങ്ങളെയൊക്കെ അതിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രത്യേക പദ്ധതികൾ ഇനി മനസ്സിലുണ്ടോ? ഗ്രാമങ്ങളെ നഗരമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. ഗ്രാമങ്ങളെ നഗരമാക്കുമ്പോൾ ഗ്രാമത്തിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ എന്ന് പറഞ്ഞ വീതിയുള്ള റോഡുകൾ, അവിടുത്തെ ആവശ്യത്തിനുള്ള കുടിവെള്ള സംവിധാനങ്ങൾ, അവിടുത്തെ അറ്റ്മോസ്ഫിയർ അതേ നിലയിൽ തന്നെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളത് തന്നെയാണ് തോന്നുന്നത്. ഏത് വികസന പ്രവർത്തനമായാലും ആ പ്രദേശത്തെ ജനങ്ങളുടെ കൂടി അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് പ്രധാനമായി സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുക. ഇപ്പോ ഇലക്ഷൻ സംബന്ധിച്ച് തന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ പറയേണ്ടായിട്ടുണ്ട്, വിവാദമല്ല അതിനെ മറികടന്നുകൊണ്ട് വികസനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് എന്ന്. ഇപ്പൊ ഒരു ചെയർമാൻ ആയിരുന്ന സമയത്തെല്ലാം തന്നെ ധാരാളം വിവാദങ്ങളെല്ലാം തന്നെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടാവുമല്ലോ. എങ്ങനെയായിരുന്നു അതിനെയെല്ലാം മറികടന്നത്? വിവാദങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോധപൂർവം വിവാദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള വിവാദങ്ങളാണ്. ആരോപണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ബോധപൂർവമായിട്ടുള്ള ആരോപണങ്ങളാണ്. എനിക്കത് രാഷ്ട്രീയ പ്രശ്നത്തിന്റെ ഭാഗമായിട്ടുള്ള ആരോപണങ്ങളാണ് തോന്നിയിട്ടില്ല. നമ്മൾ സത്യസന്ധമായ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക, സത്യസന്ധമായ രീതിയിൽ ഭരണനിർവഹണം സംഘടിപ്പിക്കുക. അങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ ഏതൊരു ശക്തിയും അത് വിവാദമായിട്ട് ഉന്നയിച്ചാലും അതൊക്കെ തന്നെ വെള്ളത്തിൽ വരച്ച വര പോലെയാവും. ഇവിടെ കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, ഇപ്പോൾ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് അവാർഡ് ലഭിച്ചപ്പോൾ അവരുന്നയിച്ച ആരോപണങ്ങൾ, വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് അവാർഡ് ലഭിച്ചത് കേരളത്തിലെ മന്ത്രിമാർക്ക് കൈക്കൂലി കൊടുത്തിട്ടാണ് എന്ന് പറഞ്ഞ ബാലിശമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ചില നേതാക്കന്മാരെ ഞാൻ കാണാനിടയായിട്ടുണ്ട്. ഇന്ന് സ്വസർവേഷണ ഭാഗമായിട്ട് നമുക്ക് മൂന്നാർ റാങ്ക് ലഭിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് കാശ് കൊടുത്തിട്ടാണ് നമുക്ക് കിട്ടിയത്. കേന്ദ്ര ഗവൺമെന്റിന് കാശ് കൊടുത്തു എന്ന് അപ്പോൾ ഇവർക്ക് പറയാൻ വേണ്ടി കഴിയുമോ? അപ്പോൾ പ്രാദേശിക സംവിധാനം, ഭരണ സംവിധാനം എന്ന് പറഞ്ഞാൽ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള വികസന പ്രവർത്തനം സംഘടിപ്പിക്കുക. ഞാൻ കഴിഞ്ഞ എന്നെ സത്യപ്രതിജ്ഞ യോഗത്തിനകത്ത് അവരോട് പറയുകയുണ്ടായി, വടക്കാഞ്ചേരി നഗരസഭയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വടക്കാഞ്ചേരി നഗരസഭയെ ഒരു യൂണിറ്റായി കണ്ടുകൊണ്ടാണ്. അപ്പോൾ നഗരസഭയെ ഒരു യൂണിറ്റായി കണ്ടുകൊണ്ട് നഗരസഭയിലെ എല്ലാ വികസന പ്രവർത്തനവും നമുക്ക് ഒരുമിച്ച് നിർവഹിക്കാൻ കഴിയാവുന്ന രീതി. ഇപ്പം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 41 ഡിവിഷനിലും മിനി MCFകൾ നമ്മൾ സ്ഥാപിക്കുകയാണ്. അത് കോൺഗ്രസിൻ്റെ ആണ് അല്ലെങ്കിൽ അപ്പുറത്തെ പ്രതിപക്ഷത്തിൻ്റെ വാർഡാണെന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റി നിർത്തിയിട്ടില്ല. അപ്പം 1750 വീട് കൊടുത്തതിൽ ഏത് വാർഡിനെയാണ് മാറ്റിയെടുത്തിട്ടുള്ളത്? അർഹരായിട്ടുള്ള ആളുകൾക്കാണ് കൊടുത്തത്. പക്ഷഭേദം ആ കാര്യത്തിൽ കാട്ടിയിട്ടുണ്ടോ? റോഡുകളുടെ കാര്യത്തിൽ കാട്ടിയിട്ടുണ്ടോ? സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യത്തിൽ കാട്ടിയിട്ടുണ്ടോ? കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ നടപ്പിലാക്കിയ എല്ലാ കാര്യങ്ങളും വടക്കാഞ്ചേരി നഗരസഭയെ ഒരു യൂണിറ്റായി കാണുക എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. പഴയ ഭരണസമിതി പ്രവർത്തിച്ചിട്ടുള്ളത്. പുതിയ ഭരണസമിതിയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ, വികസന കാര്യത്തിൽ കക്ഷിരാഷ്ട്രീയമില്ല, ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയാവുന്ന രീതി അഭിപ്രായങ്ങളൊക്കെ തന്നെ അവർ പറയുമ്പോൾ തന്നെ അഭിപ്രായത്തിന് വിധേയമായി കൊണ്ട് തന്നെ ശരിയാണെങ്കിൽ അഭിപ്രായം സ്വീകരിക്കാനും തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാനും ആവശ്യമായിട്ടുള്ള ഒരു നിലപാട് ഞങ്ങൾക്കുണ്ട്. അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയും, ശരിയാണെങ്കിൽ അത് സ്വീകരിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പോ മുൻകാല അനുഭവങ്ങൾ കൂടിയുള്ള, പ്രവർത്തനാനുഭവങ്ങൾ കൂടിയുള്ള ഒരാളാണ്. അപ്പൊ എന്താണ് വടക്കാഞ്ചേരി നഗരസഭയിൽ ഇനി വരാനിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ? എന്തെങ്കിലുമൊക്കെ പെൻഡിങ് ആയി നിൽക്കുന്ന വർക്കുകളോ ഇല്ലെങ്കിൽ പുതുതായി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളോ അതിനെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? വടക്കാഞ്ചേരി നഗരസഭയിൽ ഇപ്പോൾ MLA ശ്രീ സേവ്യർ ചെല്ലപ്പള്ളി അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഒട്ടേറെ ഫണ്ടുകൾ നമ്മുടെ നഗരസഭയിൽ അദ്ദേഹം ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വടക്കാഞ്ചേരി നഗരസഭയിലെ ടൗൺ പ്രദേശം മിക്കവാറും ഗതാഗതക്കുരുക്കിൻ്റെ ഒരു പ്രദേശമായിട്ട് മാറിയിട്ടുണ്ട്. ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ പ്രാഥമിക നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ബൈപ്പാസ് വരുമ്പോൾ വേറൊരു ഭാഗത്ത് നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ പിറകിലൂടെ ഉള്ളൊരു വഴി ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കുന്നംകുളം റോഡിലേക്ക് കയറാൻ കഴിയാവുന്ന രീതിയിലുള്ള സ്ഥിതിയും, വടക്കാഞ്ചേരി പുഴയുടെ കുറുകെ ഒരു ചെറിയൊരു പാലം കൂടി നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ
അപ്പോൾ രണ്ട് സൈഡിൽ കൂടെ വാഹനങ്ങൾ പോകാൻ കഴിയാവുന്ന രീതിയിലുള്ള സാധ്യത ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് തോന്നുന്നത്. ഇപ്പോൾ ടെൻഡർ നടപടികൾ ഏകദേശം ആയി നിൽക്കുന്ന വടക്കാഞ്ചേരി പുഴപ്പാലം അപ്പുറത്തും ബ്രിട്ടീഷുകാർ പണിത ഇരുമ്പ് പാലം പൊളിച്ച് പുതിയ പാലം അവിടെ നിർമ്മിക്കാനും 4 വരി പാത ഒട്ടുപാറ സെൻറ്റർ വരെ നിർമ്മിക്കാനും ആവശ്യമായിട്ടുള്ള സംഖ്യ ഇപ്പോൾ MLA ഇടപെട്ട് അതിൻ്റെ നടപടികളായിട്ടുണ്ട്. ഏകദേശം എത്രത്തോളം കാലതാമസം വരും ഈ ഒരു വലിയ കാലതാമസം വരില്ല തോന്നുന്നത്. ഇപ്പം അതിൻ്റെ നടപടികളൊക്കെ തന്നെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വടക്കാഞ്ചേരി കോടതി സമുച്ചയം 5 നിലകളുള്ള കെട്ടിടം 4 കോടതികൾ പ്രവർത്തിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സാഹചര്യത്തിലേക്ക് അവിടെ മാറിയിട്ടുണ്ട്. അപ്പോൾ വടക്കാഞ്ചേരി വലിയ മാറ്റം, കോടതി വരുന്നു, ഓഡിറ്റോറിയം വരുന്നു, പുതിയ റോഡ് വരുന്നു, ബൈപ്പാസ് വരുന്നു, അങ്ങനെ നോക്കുമ്പോൾ 2 മാർക്കറ്റുകൾ വരുന്നു. അങ്ങനെ വലിയ മാറ്റം ഈ കാലഘട്ടത്തിനിടയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അതെന്തായിരുന്നാലും സത്യസന്ധമായ രീതിയിൽ തന്നെ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്ന രീതിയിൽ എത്തും എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് നമുക്കുള്ളത്. ഓക്കെ. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കുന്ന MLA ഉണ്ട്, MP ഉണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും പിന്തുണ കൂടി കൂടുതലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ യാതൊരു സംശയമില്ല. MLAയുടെ സഹായങ്ങൾ, MP യുടെ സഹായങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. ഇങ്ങനെ MLAയുടെ സഹായം, MP യുടെ സഹായം എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ മുമ്പ് ഈ MLA ഇവിടെ നടന്നു. ആ പഴയ MLA ഇപ്പോൾ അടാട്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി എന്നാണ് പറയണേട്ടെ, പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. പക്ഷെ നഗരസഭ എന്ന രീതിയിലുള്ള ഒരു പ്രാദേശിക സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പോലും ചിന്തിക്കേണ്ടതാണ്. MLA MP ജനങ്ങളാണല്ലോ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഒരു പ്രദേശം തങ്ങൾക്ക് ആശയപരമായിട്ടുള്ള എതിരുള്ള പ്രദേശമാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, തന്റെ ഭരണാധികാരികൾ അങ്ങനെയാണ് എന്നുള്ളതുകൊണ്ട് ആ പ്രദേശത്തേക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കണ്ടേ? അങ്ങനെ കൊടുക്കാൻ വേണ്ടി തയ്യാറാവാത്തൊരു സ്ഥിതിയാണ് നമുക്ക് ആ കാലഘട്ടത്തിൽ കണ്ടതെങ്കിൽ അതിനും വ്യത്യസ്തമായി നമ്മുടെ MLA വടക്കാഞ്ചേരി നഗരസഭയാവുന്നതിന് മുമ്പ് നമ്മുടെ ജനപ്രതിനിധിയായിരുന്നു, വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ വടക്കാഞ്ചേരി MLA. വടക്കാഞ്ചേരി MLA എന്ന രീതിയിൽ നമ്മുടെ നഗരസഭയിൽ തന്നെ ഏകദേശം 240 കോടി രൂപയുടെ വികസന പ്രവർത്തനം, നമ്മുടെ ആശുപത്രിയായാലും നമ്മുടെ റോഡുകളായാലും നമ്മുടെ കുടിവെള്ള പദ്ധതികളായാലും നമ്മുടെ ഗ്രൗണ്ടുകളായാലും, ഇപ്പോൾ ഗ്രൗണ്ട് വടക്കാഞ്ചേരി ഗ്രൗണ്ട് ഈ മാസം തന്നെ അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ കഴിയാവുന്ന ഒരുപാട് വിവാദങ്ങളുണ്ടായ സ്ഥലം അതൊക്കെ. വടക്കാഞ്ചേരി ഗ്രൗണ്ടിൽ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ അവിടെ പ്രവൃത്തി നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ കൗൺസിലർമാരൊക്കെ ഉണ്ട്. കൗൺസിലർമാർ വന്ന് തടയാണ്, JCBയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തണം എന്ന രീതിയിലൊക്കെ തന്നെ വരുമ്പോൾ അതിനൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് ആ പ്രദേശത്തെ ജനങ്ങൾ അവരെ സപ്പോർട്ടുള്ള ആളുകളാണെന്നുള്ളതുകൊണ്ട് അവരെയൊക്കെ തന്നെ കൂട്ടിക്കൊണ്ടാണ് ഇപ്പോൾ 12 മണിക്കൂറും പ്രവർത്തിക്കാൻ കഴിയാവുന്ന രീതിയിൽ ഗ്രൗണ്ടാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇതും കൂടി റോളിങ്ങും കൂടിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, റോളർ ഉരുട്ടി അത് ഇതും കഴിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ആ പ്രതിസന്ധികളൊക്കെ തന്നെ തരണം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും. അത് ജനങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട ജനങ്ങളുടെ സപ്പോർട്ടോടു കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും എന്നുള്ള വിശ്വാസം തന്നെയാണുള്ളത്. അതിൻ്റെ ഒരു അനുഭവമാണ് കഴിഞ്ഞ 10 വർഷക്കാലം, 5 വർഷക്കാലം ശിവപ്രിയ സന്തോഷിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം, 5 വർഷക്കാലം എൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം, ഇനി തുടർന്നുള്ള 5 വർഷക്കാലവും തുടർച്ചയായി ജനങ്ങൾക്ക് ചെയ്യുന്ന സേവനങ്ങളും സഹായങ്ങളും ഒക്കെ തന്നെ ജനങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളെ പിന്തുണയ്ക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമാണ്. ജനങ്ങളെ സേവിക്കുമ്പോൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി സഹായിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജാതി മത വർഗീയ ശക്തികൾ, മതമൗലികവാദികൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നിട്ട് പോലും അതിനെ മറികടന്നുകൊണ്ടാണ് ഇടതുപക്ഷം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണല്ലോ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മറ്റത്തൂർ പഞ്ചായത്തിൽ. അവിടെ BJPക്ക് 4 സീറ്റ് മാത്രമാണുള്ളത്. പക്ഷെ 8 കോൺഗ്രസ്സുകാർ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി BJPയായി മാറി അവിടെ ഭരണം നടത്താൻ വേണ്ടി തയ്യാറാവുമ്പോൾ ഇവർക്ക് പണ്ട് AK ആന്റണി പറഞ്ഞിട്ടുണ്ട്, രാത്രി RSSും പകല് കോൺഗ്രസും. എത്ര അർത്ഥവത്തായിട്ടുള്ള കാര്യമാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. നമ്മുടെ രാജ്യത്തെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി കഴിയണം. വർഗീയ ചേരിത്തിരിവോടുകൂടി
നമ്മുടെ സംസ്ഥാനം ഒറ്റക്കെട്ടായ രീതിയിൽ എല്ലാ മതനിരപേക്ഷ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കേരളം ഒഴിച്ചുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തായിരുന്നു ക്രിസ്മസിന് സ്ഥിതി? ക്രിസ്മസ് ആഘോഷിക്കാൻ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള ക്രിസ്ത്യാനികളെ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിലപാടുകൾ സംഘപരിവാര ശക്തികൾ എടുക്കുമ്പോൾ അങ്ങനെ കഴിയില്ല, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇന്ത്യൻ പൗരന്മാരാണ് എന്ന കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകാൻ അത് കേരളത്തിന് മാത്രമേ കഴിയൂ എന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് കഴിയണം. എന്തായിരുന്നാലും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്ത മുഴുവൻ ആളുകൾക്കും വടക്കാഞ്ചേരി നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ എന്ന രീതിയിൽ എല്ലാവരോടും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുക. അപ്പോൾ വടക്കാഞ്ചേരി ഇനിയും വികസനത്തിന്റെ പാതയിൽ തുടരും എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. ഇതുകൂടാതെ നമ്മളിനിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുകയാണ്. എന്താണ് അതിന്റെ ഒരു ഒരുക്കങ്ങൾ? നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ പാർട്ടി സംഘടന എന്ന രീതിയിൽ അതിന് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ. SIR അതിതീവ്ര വോട്ടർ പട്ടിക എന്ന രീതിയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ വോട്ടുകളൊക്കെ തന്നെ വെട്ടിപ്പോയിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടി കേന്ദ്ര നേതൃത്വം ഈ SIRൻ്റെ ഭാഗമായിട്ടുള്ള സംഘടന ഭാഗമായിട്ട് വലിയ പ്രതിഷേധം കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ പോയിട്ടുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് ഇവിടെ ഈ പുനഃപരിശോധനയ്ക്ക് വേണ്ടി BLOമാർ ഒക്കെ തന്നെ രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങൾ വീണ്ടും അതിൻ്റെ കരട് വോട്ടർ പട്ടിക വന്നപ്പോൾ ഒരുപാട് ആളുകളുടെ വോട്ടുകൾ വെട്ടിപ്പോയതായിട്ട് കാണാനിടയായിട്ടുണ്ട്. അവരെ ചേർക്കുന്ന പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ബൂത്തുകളുടെ എണ്ണത്തിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ബൂത്തുകളുടെ എണ്ണത്തിൽ മാറ്റത്തിനനുസരിച്ച് കൊണ്ട് മുമ്പ് ഞങ്ങൾ പഴയ ബൂത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി സംഘടന എന്ന രീതിയിൽ ബൂത്ത് സെക്രട്ടറിമാരൊക്കെ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. രണ്ടാമതും ബൂത്ത് കൂടിയതിൻ്റെ ഭാഗമായി അവിടെയും പുതിയ ബൂത്ത് സെക്രട്ടറിമാരെ തീരുമാനിച്ച് എണ്ണം കുറഞ്ഞിട്ടുണ്ട്, വീടുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, വോട്ടിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും അതൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ട് വലിയ മുന്നേറ്റം നമ്മുടെ നഗരസഭയ്ക്കകത്തുണ്ടാവും എന്നുള്ള വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. കഴിഞ്ഞ തവണ നഗരസഭയിലെ ഏകദേശം സേവ്യർ ചെല്ലപ്പിള്ളിക്ക് 5000-ൽ കൂടുതൽ 6000-ഓളം വരുന്ന വോട്ടുകളുടെ ഭൂരിപക്ഷം വടക്കാഞ്ചേരി നഗരസഭയിൽ ഉണ്ടായിട്ടുണ്ട്. അത് നിലനിർത്താൻ വേണ്ടി കഴിയും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. പാർട്ടി തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഏത് സ്ഥാനാർത്ഥിയായാലും ആ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സംഘടനാ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ പാർട്ടി നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ കൃത്യമായ രീതിയിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ഇവിടെ തന്നെ ഏകദേശം 14,092 ആളുകൾ പുതിയതായിട്ടുള്ള പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് 2000 രൂപ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ അപ്ലിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ വീട്ടമ്മമാർക്കുള്ള പെൻഷൻ പദ്ധതിയുടെ ഭാഗമായി അതിൻ്റെ അപ്ലിക്കേഷൻ ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അംഗൻവാടിക്കാർക്കും ആശാ വർക്കർമാർക്കും കുടുംബശ്രീ ADSകൾക്കും ഗവൺമെൻറ് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കൃത്യമായി എല്ലാവർക്കും ലഭിക്കും എന്നുള്ള കാര്യത്തിൽ അതൊരു സംശയമില്ല. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയിൽ 1750 പേർക്കാണെങ്കിൽ കേരളത്തിനകത്ത് ഇപ്പോൾ ഏകദേശം 5.5 ലക്ഷം ആളുകൾക്ക് 480 ആയിരുന്നു, ഇപ്പോൾ അത് 5.5 ലക്ഷം ആളുകൾക്ക് വീട് പൂർണ്ണമായും രീതിയിൽ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഈ കാലഘട്ടത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ള വലിയ മഹാദുരന്തങ്ങളുണ്ട്. ആ ദുരന്തങ്ങളൊക്കെ തന്നെ അതിജീവിക്കാൻ കഴിയാവുന്ന രീതിയിൽ ഇപ്പോൾ വയനാട്ടിലെ മേപ്പാടി ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് 2 ടൗൺഷിപ്പുകൾ ഉണ്ടാക്കി 1000 വീടുകൾ അവിടെ നിർമ്മിച്ചു കൊടുക്കുകയാണ്. ആ വീടിൻ്റെ ഏകദേശം 400ഓളം വരുന്ന വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായിട്ടുണ്ട്. ഒരു സഹായം കേന്ദ്ര ഗവൺമെൻറ് ഇല്ലാതെ തന്നെ അത് കൃത്യമായ രീതിയിൽ എല്ലാവർക്കും കൊടുക്കാൻ കഴിയുകയാണ്. വിജ്ഞാന കേരളത്തിൻ്റെ ഭാഗമായി എല്ലാവർക്കും തൊഴിൽ കൊടുക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സംവിധാനത്തിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ സ്റ്റാർട്ടപ്പുകൾ, വ്യവസായ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പുതിയ ചെറുകിട വ്യവസായ സംരംഭങ്ങൾ, പുതിയ സ്റ്റാർട്ടപ്പുകളൊക്കെ തന്നെ ഈ കാലഘട്ടത്തിൽ ആരംഭിക്കാനും എല്ലാവർക്കും തൊഴിൽ എന്ന സംവിധാനത്തിൽ മാറാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക, അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഒരു തുടർ ഭരണം കേരളത്തിനകത്തുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് പറയാനുള്ളത്.
അപ്പോ വടക്കാഞ്ചേരി നഗരസഭയെ ഒരിക്കൽ കൂടി വളരെ മാതൃകാപരമായി നയിക്കാനുള്ള എല്ലാ ഭാവുകങ്ങളും അതേപോലെ തന്നെ എനി ടൈം ന്യൂസിന്റെ പുതുവത്സരാശംസകൾ നേരുന്നു. ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിൽ നന്ദി. യെസ്.